പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം തെന്നാടൻ ചങ്ങാതി. അപ്പോൾ ബീഹാറിലെ ഇലക്ഷൻ എല്ലാവരും കണ്ടതാണല്ലേ. ബീഹാറിക്ക് വരെ ബുദ്ധിയുണ്ടായി. എന്നാണ് നമുക്ക് കേരളം രക്ഷപ്പെടുക? ഇടതിൻ്റെയും വലതിൻ്റെയും തള്ളും കേട്ടു അവർ നടത്തുന്ന കൊള്ളയുടെ കുംഭകോണവും നമ്മൾ അറിഞ്ഞതാണ്, കാണുന്നതാണ്. കേരളത്തിലാണെങ്കിൽ കഷ്ടം, സ്ഥിതി വളരെ മോശമാണ്. കേരളം എന്നാണ് നന്നാവുന്നതെന്നറിഞ്ഞു, മലയാളിക്ക് എന്ന് ബുദ്ധി വയ്ക്കുമെന്നറിഞ്ഞു. ഇന്ത്യയിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും രക്ഷപ്പെട്ടു. അതേപോലെ തന്നെ നമ്മുടെ രാജ്യം ലോകത്തിൻ്റെ നെറുകയിലാണ്. മലയാളിക്ക് ഇനിയും ബുദ്ധിയില്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ കൊള്ളയടിച്ച് നമ്മളെ ഒരു വശത്താക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും ചിന്തിക്കുക. പോളിംഗ് ബൂത്തിലോട്ട് ചെല്ലുമ്പോൾ പാരമ്പര്യ ജനങ്ങളെ മാത്രം കണ്ടുപോട്ട് ചെയ്യുന്നവർ ഇനിയെങ്കിലും ചിന്തിക്കുക. ഇനിയെങ്കിലും നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ കൈവിട്ടു പോകും. നമ്മുടെ കേരളം കൈവിട്ടു പോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം കൊള്ളയടിക്കപ്പെട്ടു. ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കളെല്ലാം അവർ കൊള്ളയടിച്ചു കൊണ്ടുപോയി. ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, നമ്മൾ കെയർഫുള്ളായില്ലെങ്കിൽ നമ്മളെ ഒന്നടങ്കം അവർ കൊണ്ടുപോകും. അവർക്ക് വോട്ടിന് വേണ്ടി ഇലക്ഷൻ എടുക്കുമ്പോൾ കുറേ മോഹന വാഗ്ദാനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് വരും, കുറേ പ്രഖ്യാപനങ്ങളൊക്കെ വരും. പക്ഷേ ഇന്ത്യയിലെ കേരളം ഒഴിച്ച് ബാക്കിയുള്ള സംസ്ഥാനത്തോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വികസനം എന്ത് എന്ന് നമുക്ക് മനസ്സിലാവും. അത് പാർട്ടി പത്രങ്ങളിലൂടെ നിങ്ങൾ നോക്കിക്കാണരുത്, പാർട്ടി ചാനലിലൂടെ നോക്കിക്കാണരുത്. നിഷ്പക്ഷമായ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ ഗൂഗിൾ അടിച്ചിട്ട് ഓരോരോ സംസ്ഥാനത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്താണ് എന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. ഓക്കെ, അപ്പോൾ ഇനിയും മലയാളിക്ക് ഒരു തെറ്റ് പറ്റാതിരിക്കാൻ എൻ്റെ ഈ വാക്കുകൾ ഓർമ്മിക്കുക. വോട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ പോകുമ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ ഓർമ്മിക്കുക. വികസനം എന്ത് എന്ന് നിങ്ങൾക്ക് ശരിയായി ബോധ്യപ്പെടണമെങ്കിൽ അത് നോക്കിക്കാണുക, നോക്കിക്കണ്ടിട്ട് പോളിംഗ് ബൂത്തിലോട്ട് പോവുക. ഓക്കെ, താങ്ക് യു.